ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്തേക്കുമെന്ന വാർത്തകളിൽ ഞെട്ടിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ. സമരാഗ്നി ജാഥയ്ക്കിടെയാണ് KPCC അധ്യക്ഷൻ ഇത്തരമൊരു സൂചന നൽകിയത്. കോട്ടയം സീറ്റ് വിട്ടുതരണമെന്ന് കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സുധാകരൻ പറയുന്നത്. വിജയസാധ്യത നോക്കിയാണ് സീറ്റ് വിട്ടുതരാൻ ആവശ്യപ്പെട്ടതെന്നും സുധാകരൻ പറയുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന സീറ്റ് ചർച്ചയിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകാൻ തീരുമാനമായതാണെന്നും ഇക്കാര്യങ്ങളിൽ മറിച്ചൊരാലോചന വേണ്ടെന്നുമുള്ള നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ. ഏവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ആയിരിക്കണം കോട്ടയത്ത് മത്സരിപ്പിക്കാനെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളെ അറിയിച്ചിരുന്നു. കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ സ്ഥാനാർത്ഥി മോഹവുമായി പരസ്യ പ്രഖ്യാപനം നടത്തിയതും മറ്റും കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ സജി മഞ്ഞക്കടമ്പൻ, PC തോമസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയാകുവാനുള്ള സന്നദ്ധത അറിയിക്കുകയും പരസ്യമായി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം KM മാണിയുടെ മരുമകനായ MB ജോസഫും സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. മുൻ MPയും കേരള കോൺഗ്രസിലെ പ്രമുഖനുമായ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നത്. മാണിയുടെ മരുമകൻ എന്ന നിലയിൽ മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു MB ജോസഫ്. PJ ജോസഫ് തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്നായിരുന്നു MB ജോസഫ് പറഞ്ഞത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് നേതാവും നിലവിൽ മന്ത്രിയുമായ റോഷി അഗസ്റ്റിനോട് മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥിയാണ് ഫ്രാൻസിസ് ജോർജ്. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന നേതാവിനെ വേണം മത്സരിപ്പിക്കാനെന്നും കാലുമാറ്റക്കാരന് സീറ്റ് നൽകുന്നത് നല്ല സന്ദേശമല്ല നൽകുകയെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം. ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസുകളിൽ നിന്ന് സീറ്റ് മോഹവുമായി ചാഞ്ചാടി നിൽക്കുന്ന നേതാവാണെന്നാണ് പരക്കെയുള്ള ഒരു ആരോപണം. കോട്ടയത്ത് കഴിഞ്ഞ തവണ UDFന്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച തോമസ് ചാഴിക്കാടൻ പിന്നീട് LDF പാളയത്തിലെത്തിയതും കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കേരളത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന കോട്ടയത്ത് UDFന് വിജയം അനിവാര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗുണകരമാവില്ലെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ് കോട്ടയം സീറ്റെന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കൾ അംഗീകരിക്കുമ്പോഴും സ്ഥാനാർത്ഥിത്വത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇതാണ് കോൺഗ്രസിനെ ഒന്ന് മറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കടുത്തുരുത്തി MLAയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ രണ്ടാമനുമായി കണക്കാക്കുന്ന മോൻസ് ജോസഫ് മത്സരിക്കുന്നതിനോടാണ് കോൺഗ്രസിന് താല്പര്യം. എന്നാൽ മോൻസ് നിലവിൽ MLA ആണെന്നും സിറ്റിംഗ് MLA ആയി മോൻസിനെ മത്സരിപ്പിക്കേണ്ടതില്ലെന്നുമാണ് PJ ജോസഫിന്റെ നിലപാട്. വിജയസാധ്യതയും പൊതു സ്വീകാര്യതയുമുള്ള നേതാവാകണം കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയാവേണ്ടതെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോട്ടയം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന സുധാകരന്റെ പ്രതികരണം കേരള കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും PJ ജോസഫ് വഴിപിരിയാനുള്ള പ്രധാന കാരണം 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാവാനുള്ള താല്പര്യം പരിഗണിക്കപ്പെടാതെ പോയതായിരുന്നു. കോട്ടയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം വിജയം മാത്രമാണെന്നാണ് സുധാകരൻ പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുമായുള്ള ആദ്യഘട്ട സീറ്റ് വിഭജന ചർച്ചകളിൽ സുധാകരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസിന് ബോധ്യമുണ്ടെന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. ഇതിനിടെ കോട്ടയത്തെ സിറ്റിംഗ് MP ആയ തോമസ് ചാഴിക്കാടൻ LDF സ്ഥാനാർത്ഥിയായി എത്തിയാൽ പരാജയപ്പെടുമെന്ന ആരോപണവുമായി ഒരു വിഭാഗം കേരള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് LDFലും തലവേദനയായിരിക്കുകയാണ്. തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥിയായിരുന്ന VM വാസവനെ പരാജയപ്പെടുത്തിയതാണ്. റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയും പരസ്യമായി തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതും ചാഴിക്കാടന് തിരിച്ചടിയാകുമെന്ന നിലപാടിലാണ് ജോസ് കെ മാണി വിഭാഗം. നിലവിൽ രാജ്യസഭാംഗമാണെങ്കിലും എന്തുകൊണ്ട് കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിക്ക് മത്സരിച്ചു കൂടാ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ചോദ്യം. കോട്ടയം കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിന് ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവേണ്ടതുണ്ടെന്നും LDFും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കോട്ടയം സീറ്റിൽ മത്സരം കൂടുതൽ കടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.